എന്റെ പൊന്നെ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ച സാധനം അതുപോലെ വന്നു. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ, 50ാമത്തെ ദിവസം അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന വീക്കെൻഡിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകും, ഉറപ്പാണ്. അതില്ല എന്നുണ്ടെങ്കിൽ ഈ ഗെയിം അധികം ഓടൂല എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ട് പോയി. പക്ഷേ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് വിചാരിച്ചതേ ഉള്ളൂ, ആ സാധനം വന്നു. ഈ സീസൺ തുടങ്ങിയ അന്ന് മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ് 50 ദിവസം ആകുമ്പോൾ ഇത് തിരിക്കണം. ഗേൾസ് കിടന്നിടത്ത് ബോയ്സിനെയും ബോയ്സ് കിടന്നിടത്ത് ഗേൾസിനെ ആക്കണം, കളി മാറും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ദേ ഇപ്പൊ മാറ്റി. അയ്യോ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇന്നലെ ഞാൻ വന്നിരുന്നു വെറുതെ, ഇന്നലത്തെ എൻ്റെ ടൈറ്റിൽ വരെ ഞാൻ 50ാമത്തെ ദിവസം ട്വിസ്റ്റ് നടക്കും എന്നെനിക്ക് തോന്നുന്നു എന്നൊക്കെ ഒന്ന് ഞാൻ കുറെ പറഞ്ഞിട്ട് പോയി. ഇത്ര പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ടേ മാറുള്ളൂ എന്നാണ് ഞാൻ കരുതിയത്. എന്തായാലും കൊള്ളാം. ഞാൻ ഭയങ്കര ഷോക്കായിരിക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി മുതൽ ആണുങ്ങൾ ഉണ്ടായിരുന്ന ആ വീട്ടിൽ പെണ്ണുങ്ങളും പെണ്ണുങ്ങൾ ഉണ്ടായിരുന്ന വീട്ടിൽ ആണുങ്ങളും ഹൗസ് സ്വിച്ചിങ്, ആണുങ്ങളുടേത് പെണ്ണുങ്ങൾക്കും ആക്കി പെണ്ണുങ്ങളുടേത് ആണുങ്ങൾക്കും ആക്കി ഹൗസ് സ്വിച്ചിങ് ആക്കിയിരിക്കുകയാണ്. പൊളി, സ്വിച്ച് ചെയ്ത് മാറിക്കഴിഞ്ഞു. ഇനി പെണ്ണുങ്ങൾ എന്തൊക്കെ റൂൾ ആണാവോ ചെയ്യാൻ പോകുന്നത്, ആണുങ്ങൾ എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു, എന്തായാലും കണ്ടറിയണം. ഭയങ്കര വെയിറ്റിംഗ് ആണ് ഇനി നാളെ എന്താണെന്ന് അറിയാൻ. ഞാൻ ലൈവ് അവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ലൈവിൽ നല്ല രസമായിട്ട് എല്ലാവരും ഷോക്ക്, എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അങ്ങനെ വീക്കെൻഡിൽ നിന്നുണ്ടായ പ്രധാന സംഭവമായിരുന്നു ഇത്. വിജയ് സേതുപതി പറഞ്ഞു. ദെൻ നമ്മുടെ സൗന്ദര്യ കിട്ടാനുള്ളത് നിറച്ച് സൗന്ദര്യക്കുന്ന വിജയ് സേതുപതി കൊടുത്തു. അലക്കി പിടിച്ച് മോന്തയ്ക്ക് ഒട്ടിച്ച് തെളിച്ച് വലിച്ച് കീറി ഒട്ടിച്ച് സൗന്ദര്യം വിട്ടു. സൗന്ദര്യം ഇരുന്ന് കരയുന്നു. സൗന്ദര്യം കരയുന്നുണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് തോന്നിയത്. കാരണം ഉള്ള വേല മുഴുവൻ ഒപ്പിച്ച് വെച്ചിട്ടിരുന്ന് കരയുന്നു. ആ ജെഫ്രി പോയി ആശ്വസിപ്പിക്കുകയും കൂടെ ചെയ്യുന്നു. അങ്ങനെ സൗന്ദര്യ പൊളിച്ചു വിട്ടു. പിന്നെ ജാക്ലിനെ റോസ്റ്റ് ചെയ്തു ഈ പറയുന്ന വിജയ് സേതുപതി. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്. അതായത് ഈ സൗന്ദര്യെന്ന് ജാക്ലിനെ റോസ്റ്റ് ചെയ്തു. ജാക്ലിനും അരുണും കൂടെ ഉണ്ടായ ടാസ്കിനകത്തുള്ള ഒരു ഇഷ്യൂ, ID കാർഡ് വലിച്ചെറിയുക, അല്ലെങ്കിൽ ദീപക്കിനെ ദീപകിനെ പേഴ്സണൽ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് സൗന്ദര്യം ഒരുപാട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, മറ്റേതാണ് മറിച്ചതാണ്, ആനയാണ് തേങ്ങയാണെന്നൊക്കെ കുറെ പറഞ്ഞു. ഓക്കെ ഫൈൻ, അതൊക്കെ നല്ലത്. അപ്പൊ സൗന്ദര്യം എന്ന് ജാക്ലിനെ ഒരുപാട് പറഞ്ഞു. ജാക്ലിൻ എന്നാണ് സൗന്ദര്യം എന്നാണോ എന്ന് പറഞ്ഞു. അപ്പൊ ജാക്ലിനെ ഒരുപാട് പറഞ്ഞു. പക്ഷേ ഈ ജാക്ലിനെ ഒരുപാട് പറഞ്ഞെങ്കിലും ജാക്ലിന് യഥാർത്ഥത്തിൽ ഇത് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആണ്. നിങ്ങളുടെ കണ്ണിൽ തോന്നുന്ന കാര്യം നിങ്ങൾ മോറലായിട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജാക്ലിന്റെ വേലയാണ് ചെയ്തത്. അതേസമയം അരി മോട്ടിച്ചു കൊടുത്ത സാജനയ്ക്ക് കയ്യടിയും പ്രശംസയും. റൂൾ ബ്രേക്ക് ചെയ്ത സാജനയ്ക്ക് കയ്യടിയും പ്രശംസയും. റൂൾ അതുപോലെ ചെയ്ത് അനുസരിച്ച് ടാസ്ക് ചെയ്ത ജാക്ലിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. എന്തോന്ന് ഹോസ്റ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പിടിയും അറിഞ്ഞുകൂടാ. ഓക്കെ, ആഹാരം കൊടുത്തതൊക്കെ നല്ല കാര്യം, അതിന് ആ വേല അപ്രിഷിയേറ്റ് ചെയ്തിട്ട് റൂൾ ബ്രേക്ക് ആണെന്ന ഒരു ശിക്ഷയെങ്കിലും കൊടുക്കാമായിരുന്നു. അതൊന്നും ചെയ്തില്ല. ഈ ജാക്ലിനെ മാത്രം എന്തിനാണ് പറയണമെങ്കിൽ ജാക്ലിനെയും പറയണമായിരുന്നു, ഈ പറയുന്ന സാജനെയും പറയണമായിരുന്നു. ഇല്ലെങ്കിൽ രണ്ടുപേരെയും പറയരുതായിരുന്നു. ഇത് ഒരാളെ എടുത്ത് തെറ്റ് ചെയ്ത ആളെ മണ്ടയിലും നല്ലത് ചെയ്ത ആളെ താഴെയാക്കി വിട്ടു. അത് എവിടത്തെ ന്യായമാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പിന്നെ റിയയുടെ എവിക്ഷൻ. റിയ ഭയങ്കര ഷോക്കിംഗ് ആണ്. ഭയങ്കര കരഞ്ഞു വിളിച്ചൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കുറേ നേരം റിയ കരഞ്ഞു വിളിച്ച് ഇറങ്ങുന്നുണ്ട്. സ്റ്റേജിൽ പോയി നിന്ന് കരയുന്നുണ്ട്. ഭയങ്കര കരച്ചിലാണ് റിയ. പിന്നെ ഞാൻ ഇന്ന് അറിഞ്ഞ മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിഗ് ബോസ് തമിഴ് സീസൺ 8 ടീം മാറി. അതായത് ഒരു ബിഗ് ബോസ് ടീം ആയിരിക്കും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സീസൺ എങ്ങനെ പോകണം, എന്തൊക്കെ കണ്ടന്റ് പോകണം. നമ്മളിപ്പോൾ പലരും പറയുന്നൊക്കെ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ. സ്ക്രിപ്റ്റഡ് അല്ല, ഇതിനൊരു ഔട്ട്ലൈൻ ഉണ്ടാവും. ഇത് ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, ഇന്ന സീനൊക്കെ. നമുക്കറിയില്ല, ലൈവിലുള്ള പല സാധനങ്ങളും എപ്പിസോഡിൽ കാണൂല. അപ്പം നമ്മൾ തന്നെ ചോദിക്കും, എന്തുകൊണ്ട് ഇത് വന്നില്ല? ഇത് വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ അതിനെ ഇങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവോ, അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. അപ്പം അതുപോലെ തന്നെ ഇത്രയും നാള് ചെയ്തിരുന്ന ടീം മാറിയിട്ട് കഴിഞ്ഞ സീസൺ 7ഉം 6ഉം ചെയ്തിരുന്ന ടീം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അവരാണ് ഇന്ന് മുതൽ ബിഗ് ബോസിന്റെ കേസ്, ഇന്ന് മുതൽ TV-യിൽ വരുന്ന എപ്പിസോഡും ലൈവ് കോണ്ടന്റും എല്ലാം ചെയ്യുന്നത് അവരാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു സംശയമാണ്, ഇപ്പം എത്രയൊക്കെ ഇനി ഈ ഷോ സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഷോക്കകത്ത് നടക്കുന്ന 24/7 കട്ട് ചെയ്ത് ഏതൊക്കെ ആ 1 hour എപ്പിസോഡിൽ വരണമെന്നുള്ളത് അവരുടെ മാത്രം പ്യുവർ ആയിട്ടുള്ള ഡിസിഷനാണ്. തന്നെയല്ലോ, ഉറപ്പാണല്ലോ. സ്ക്രിപ്റ്റഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും ഞാൻ പറയത്തില്ല. ഇറ്റ്സ് നോട്ട് സ്ക്രിപ്റ്റഡ്, പക്ഷേ ഇറ്റ് ഹാവ് ആൻ ഔട്ട്ലൈൻ. ഓക്കെ, അപ്പൊ ആ ഔട്ട്ലൈൻ ഇന്നിപ്പോ 42 ദിവസം, ഈ 42 ദിവസവും അവര് ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീമാണ് വിചാരിച്ചിരുന്നത് എന്ത് ഔട്ട്ലൈനാണ് പുറത്ത് പോവേണ്ടത്, എന്ത് സ്റ്റോറിയാണ് പുറത്ത് ആൾക്കാർ കാണേണ്ടത്. അതാണ് നമ്മൾ ഇത്രയും ദിവസം ഞാൻ റിവ്യൂ ചെയ്തെങ്കിലും ആ എപ്പിസോഡിൽ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ലൈവ് കണ്ടിട്ടില്ല. ലൈവ് ആണെങ്കിലും കുറെ ഒക്കെ കട്ട് ചെയ്ത് കുറെ സാധനങ്ങൾ അങ്ങനെയും പോകും. ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ.
അപ്പൊ ഈ 42 ദിവസം കണ്ടത് മാറി. ഇന്ന് മുതൽ പുതിയ ടീമാണ്. ഈ പുതിയ ടീം വരുമ്പോൾ ഈ പുതിയ ടീമിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ബോയ്സ് ഗേൾസ് കൺസെപ്റ്റ് എടുത്ത് കളയാം. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ ഈ സാധനം വന്നത്. അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു 50ാമത്തെ ദിവസമല്ലേ മാറേണ്ടത്, കാരണം 105 ഡേ തമിഴിലുണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇത് നേരത്തെ ആക്കി? ഈ 42th ഡേയിൽ എന്തിനാ അവർ വീഡിയോ എക്സ്ചേഞ്ച് ചെയ്ത് 50ാമത്തെ ദിവസമല്ലേ ആക്കാണ്ട്? അപ്പോഴാണ് അറിഞ്ഞത് ടീം മാറി, പുതിയ ടീം വന്നു. പുതിയ ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ സീസൺ 6ഉം സീസൺ 7ഉം ചെയ്തിരുന്ന ടീം വന്നു. അപ്പൊ ആ ടീം ചെയ്തതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അവർ വന്നപ്പോൾ അവർ മാറ്റി. അവർ ആണുങ്ങളുടെ അടുത്ത് പെണ്ണുങ്ങളും, പെണ്ണുങ്ങളുടെ അടുത്ത് ആണുങ്ങളുടെ ഭാഗത്തോട്ട് ഇടുക മാത്രമല്ല, ഇനി എനിക്ക് എൻ്റെ ഒരു മനസ്സിലെ ഒരു തോട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 42 ദിവസം നമ്മൾ ബിഗ് ബോസ് കണ്ടതിൽ, തമിഴ് സീസൺ കണ്ടതിൽ നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയായിരുന്നു? ഒന്ന് മുത്തു, ജാക്ലിൻ, എന്തൊക്കെ വേല ഒപ്പിക്കുന്നു എന്നുള്ള കാര്യമല്ല, സൗന്ദര്യ, പിന്നെ എന്താ പറയുക, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. എൻ്റെ ഒരു പേഴ്സണൽ ഫീലാണ്. അപ്പം ആ മേക്കേഴ്സ് തീരുമാനിച്ചിരിക്കുകയാണ് മുത്തുവിനെ പുറത്ത് ഇങ്ങനെ കാണിക്കണം, മുത്തുവിന്റെ ഇത്രയും സീൻ പുറത്ത് പോകണം, ജാക്ലിന്റെ ഇത്രയും സീൻ പുറത്ത് പോകണം, അൻഷിതയുടെ ഇത്രയും പുറത്ത് പോകണം, വിശാലിന്റെ ഇത്രയും പുറത്ത് പോകണം എന്നുള്ള നമ്മൾ ഈ 42 ദിവസം കണ്ടുകൊണ്ടുന്ന ഈ സാധനം ഒരു പക്ഷേ നാളെ മുതൽ നിങ്ങൾ നോക്കിക്കോ, ഇത്രയും നാളെ നമ്മൾ കണ്ട കഥയായിരിക്കില്ല നാളെ മുതൽ. നമുക്കറിയാം ചിലർക്ക് സ്ക്രീൻ സ്പേസ് കുറവാണ്. ചിലപ്പോൾ സ്ക്രീൻ സ്പേസ് കുറവുള്ള ഒരാളെ പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ അവരെ കൂടുതലായിട്ട് അവരെ തന്നെ ആയിരിക്കും നാളെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അത് നമുക്ക് പാർഷ്വാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കി, ഇത് നിങ്ങൾ കുറിച്ച് വെച്ചിരുന്നോ, ബിഗ് ബോസിന് പാർഷ്വാലിറ്റി ഉണ്ടെങ്കിൽ, കാരണം ടീം മാറി, അതുകൊണ്ടാണ് ഞാനിത് കട്ടായം പറയുന്നത്. ബിഗ് ബോസിന് പാർഷ്വാലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയ ബിഗ് ബോസ് ആയിരിക്കും. കാരണം ഇത്രയും ദിവസം നമ്മൾ കണ്ടതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഈ വീക്കായിട്ട് കിടക്കുന്ന കണ്ടസ്റ്റൻസ് പൊങ്ങിക്കയറി വരികയും ചെയ്യും. നല്ല പവറായിട്ട് നിൽക്കുന്ന മുത്തു, ജാക്ലിൻ, വിശാലി ഇവരൊക്കെ കുത്തിയിടിച്ച് താഴേക്ക് വീഴുകയും ചെയ്യും. നമുക്ക് നോക്കാം. ബിഗ് ബോസിന് പാർഷ്വാലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ വരൂ, അങ്ങനെ അത് ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് തീരുമാനിക്കാം ഏത് സാധനം പുറത്ത് പോകണം എന്നുള്ളത്. അപ്പോൾ ഇത്ര ഞാൻ പറയാൻ വൈകിപ്പോയി, ഇനിയും വൈകിപ്പിക്കുന്നില്ല. അപ്പം തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 42 നവംബർ 17 വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് ഒന്നുകൂടെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ. ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന കുറച്ച് പേര് ടോപ്പ് 5 വരും, മുത്തു ടോപ്പ് 5 വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ജാക്ലിൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ നാളെ മുതൽ നടക്കാൻ പോകുന്ന കഥയിൽ, അല്ലെങ്കിൽ നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്ന എപ്പിസോഡ് ബേസ് ചെയ്ത് ജാക്ലിനും മുത്തുവും ഒക്കെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അതേ ഞാൻ പറഞ്ഞുള്ള സാധ്യതകളുണ്ട്. പലരും ചിലപ്പോൾ കയറി വരാം. ജഫ്രി കയറി വരാം, സത്യ കയറി വരാം, റാണവ് കയറി വരാം, വർഷിണി കയറി വരാം. ആര് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ വേണം നാളെ മുതൽ തിരിച്ചു വിടാൻ പറ്റും. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്ത് വേണം നമ്മൾ ഇരിക്കാൻ. ഇങ്ങനെ ആയിപ്പോയി ആദ്യത്തെ 10-40 ദിവസം കണ്ടപ്പോൾ ഇന്ന ആൾ ജയിക്കുമെന്നാണ് നമ്മൾ കരുതിയത് എന്നൊന്നും പറയരുത്. നാളെ വരെ പുതിയ ടീമാണ്. അപ്പം കണ്ടസ്റ്റൻസുമായിട്ട് വിജയ് സേതുപതി സ്ക്രീനിൽ ചേരുന്നു. ക്യാപ്റ്റൻസിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വർഷിണി പറയുന്നു ക്യാരക്ടർ ആവശ്യമില്ലാതെ ഒന്നും ഒരിടത്തും പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, സൂപ്പറായിട്ട് ചെയ്തു. രഞ്ജിത്ത് 2 ദിവസം ടാസ്കിൽ നിന്നത് കൊണ്ട് വലിയ അങ്ങനെ പണിയൊന്നും ഇല്ലായിരുന്നു, പിന്നെ സൂപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തു. അപ്പോൾ ദീപക് വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പോഴാണ് അരുണിന്റെ ഒരു എക്സ്ട്രീം സ്വഭാവം നമ്മൾ കണ്ടത്. അപ്പോൾ അരുൺ പക്വതയോടുകൂടി ഇപ്പം എല്ലാം ബാലൻസ് ചെയ്തിരുന്നു. അപ്പോൾ അരുൺ ക്യാപ്റ്റനായപ്പോൾ ഭയമായിരുന്നു എങ്ങനെ പോകുന്നുള്ളത്. പക്ഷെ ആ ഫുഡിന്റെ കേസിൽ ഡിലേ വന്ന് ഒഴിച്ച് ബാക്കി എല്ലാം പക്കയായിരുന്നു. മഞ്ചരി ആ ക്യാപ്റ്റൻസിയുടെ ക്യാപ്പ് ഇടുമ്പം അരുൺ ഭയങ്കര റെസ്പോൺസിബിൾ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ക്യാപ്പ് ഇടാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ജഫ്രി ക്യാപ്റ്റൻ ഡിസിഷൻ മേക്കിംഗ് എല്ലാം പക്കയായിരുന്നു. മുത്തു ആക്റ്റീവ് ആയിരുന്നു. അരുൺ പ്രശ്നങ്ങളെല്ലാം വളരെ സൂപ്പറായിട്ടാണ് കൈകാര്യം ചെയ്തത്. അരുൺ എനിക്ക് സന്തോഷമായി ഇതെല്ലാം കേട്ടപ്പം. ഞാൻ ഇങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല, ഒന്നും ആലോചിക്കാതെ എനിക്ക് കണ്ട പോലെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ജാക്ലിൻ അരുൺ ഭയങ്കര ലക്കി പേഴ്സൺ ആണ്. കഴിഞ്ഞ ആഴ്ചത്തെ വെച്ച് നോക്കുമ്പോൾ സത്യക്ക് കിട്ടിയിട്ടുള്ള സത്യമായിരുന്നു ക്യാപ്റ്റൻ. അപ്പോൾ സത്യ നേരിട്ട് അത്രയും പ്രശ്നങ്ങളൊന്നും ഈ പറഞ്ഞ പോലെ ആർക്കും നേരിടേണ്ടി വന്നില്ല, ആരുണ്ട് നേരിടേണ്ടതായിട്ട് വന്നില്ല. പിന്നെ സ്കൂൾ ടാസ്ക് 3 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂൾ ടാസ്ക് 3 ദിവസം ഉണ്ടായിരുന്നുകൊണ്ട് ആ 3 ദിവസം ക്യാപ്റ്റനായിട്ട് നിൽക്കേണ്ട ആവശ്യം ആർക്കും വന്നില്ല, അരുണിന് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് അരുൺ ഒരു ലീഡർ ആയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വരും വാരങ്ങളിലും അരുൺ ലീഡർ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ജാക്ലിൻ പറയുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ജാക്ലിന്റെ കേസ് ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാം ഒരു എന്താ പറയുക, നമ്മൾ ബോയ്സിന്റെ ടീമിൽ മുത്തു ഒരു ഗെയിമർ ആണ് എന്ന് പറയുകയാണെങ്കിൽ ഗേൾസിന്റെ ടീമിൽ വൺ ആൻഡ് ഓൺലി ജാക്ലിൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ബോയ്സിൽ മുത്തുവെങ്കിൽ അതിന് ഓപ്പോസിറ്റ് മുത്തുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി നിന്ന് കളിക്കുമെങ്കിൽ, കളിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് ജാക്ലിൻ മാത്രമേ കളിക്കൂ, ജാക്ലിന് മാത്രമേ പറ്റൂ.
കാരണം അത് അങ്ങനെയാണ്. ബോയ്സിൽ മുത്തു, ഗേൾസിൽ ജാക്ലിൻ. എനിക്കല്ലാതെ സീസൺ 8 തമിഴ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന 2 പേര് മുത്തു, ജാക്ലിൻ. സത്യം എനിക്ക് ഈ 2 പേരാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ജാക്ലിൻ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞിട്ട് കറക്റ്റ് കേസ് പറഞ്ഞിരിക്കുകയാണ്. അരുണിനെ എടുത്ത് എല്ലാവരും പൊക്കി പിടിച്ച് വെക്കുന്നു. അരുൺ ക്യാപ്റ്റൻസി ഭയങ്കരമായിട്ട് ചെയ്തു, ഉഷാറായിട്ട് ചെയ്തു. പക്ഷേ ഇവിടെ ജാക്ലിൻ പറയുന്നുണ്ട് 3 ദിവസം വീക്കിലി ടാസ്ക് ആയിരുന്നു. അപ്പോൾ അവിടെ ക്യാപ്റ്റനായിട്ട് നിന്നില്ല. ടോട്ടൽ 5 ദിവസം. അതിനകത്ത് 3 ദിവസം എന്തായിരുന്നു ഈ ടാസ്ക് ആയിരുന്നു. പിന്നെ 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ രഞ്ജിത്തും പറയുന്നുണ്ട് 2 ദിവസം ഈ ടാസ്ക് ഉണ്ടായിരുന്നു പറഞ്ഞ് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും വിജയ് സേതുപതി ചോദിക്കണം, അപ്പം നിങ്ങൾ തമ്മിൽ ടാസ്കിൻ്റെ ഇടയിൽ വഴക്കായതോ? അത് സാറിന് ടാസ്കിൻ്റെ ഇടയിലാണ്. അത് അരുൺ ആയിരുന്നില്ല, അത് വൈസ് പ്രിൻസിപ്പൾ ആയിരുന്നു. അപ്പോൾ അരുൺ, ഞാൻ ക്യാപ്റ്റനായിട്ടാണ് ആ സമയത്ത് നിന്നത്. വൈസ് പ്രിൻസിപ്പൾ ആയിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ക്യാപ്റ്റനായിട്ടാണ് ഞാൻ നേരെ സംസാരിച്ചത്. അപ്പം വിജയ് സേതുപതി ആ പ്രശ്നത്തിലേക്ക് വരുന്നു. ജാക്ലിനും ക്യാപ്റ്റൻസിയുടെ കേസാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ജാക്ലിനും ഈ പറഞ്ഞ അരുണുമായിട്ട് നടന്ന ഇഷ്യൂവിലേക്ക്. അപ്പോൾ ജാക്ലിൻ പറയുന്നത് ദീപക് അവിടെ ഇരിക്കുകയായിരുന്നു. ദീപക് അവിടെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ ദീപകിനെ പേഴ്സണൽ മോക്കിംഗ് ചെയ്തു എന്ന് ഈ അരുൺ പറഞ്ഞു. അപ്പോൾ എന്ത് മോറലാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു മോറൽ അവരിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് എനിക്ക് തന്ന ടാസ്ക്. എൻ്റെ പെർസ്പെക്റ്റീവ് ആണെന്ന് ഞാൻ ഓരോരുത്തർക്കും പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ വിജയ് സേതുപതി ദീപക് പറഞ്ഞത് പേഴ്സണലായിട്ട് എടുത്തു എന്നിപ്പം ദീപകിനെ പറഞ്ഞത് പേഴ്സണലായിട്ട് എടുത്തു എന്നിപ്പം ജാക്ലിൻ പറഞ്ഞു. അതേസമയം സത്യയെ കൂടി എന്തിനാണ് ആ നോമിനേഷൻ്റെ കേസിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? പേഴ്സണലായിട്ട് ചെയ്തതല്ലേ? അപ്പോൾ സത്യ എനിക്ക് ഹേർട്ടായി പറഞ്ഞത്. കോ ഫൗണ്ടർ പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ വിജയ് സേതുപതി ID കാർഡൊക്കെ വെച്ചിട്ട് പോയത് ശരിയാണോ ജാക്ലിൻ? അപ്പോൾ ജാക്ലിൻ എന്നെ സംസാരിക്കാൻ സമ്മതിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. സമ്മതിക്കാതായപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റാതായപ്പോഴാണ് ഞാനത് എന്തിനാണ് നമ്മൾ പറയുന്നത് കേൾക്കാത്ത നമ്മൾ നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വെച്ചിട്ട് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ അരുൺ സോറി കേൾക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അപ്പം അരുൺ പറയണം അതായത് ആക്ച്വലി എന്താണ് തെറ്റ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് സോറി കേൾക്കാൻ വേണ്ടി പ്രിൻസിപ്പളിൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിരുന്നു. പ്രിൻസിപ്പൾ ചെയ്ത് തെറ്റിന് പ്രിൻസിപ്പൾ അത് ചെയ്തു. പക്ഷേ ജാക്ലിൻ്റെ അടുത്ത് ദീപകിനോട് സോറി തെറ്റ് ചെയ്തെങ്കിൽ സോറി പറയണം എന്ന് പറഞ്ഞിട്ട് പോലും ദീപക് അത് കേട്ടില്ല, ജാക്ലിൻ കേട്ടില്ല. എന്നിട്ട് ദീപകിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ജാക്ലിൻ അയ്യോ സോറി എന്നൊക്കെ പറഞ്ഞ് കാലെല്ലാം പിടിച്ച് മാപ്പ് പറഞ്ഞു. അപ്പോൾ ജാക്ലിൻ പറഞ്ഞു അങ്ങനെ അല്ല. പക്ഷേ ഇവിടെ ജാക്ലിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അരുൺ പറഞ്ഞ തെറ്റാണ്. കാരണം അരുൺ ഇപ്പം പറഞ്ഞാൽ തെറ്റാണ്, അന്നേരം പറഞ്ഞ തെറ്റില്ല. ആ ഇഷ്യൂവിൽ അവിടെ അരുണും ജാക്ലിനും ഒരുപോലെ തന്നെ തുല്യ നിരപരാധികളും തുല്യ കുറ്റക്കാരിയുമാണ്. ഓക്കെ, പക്ഷേ ഇന്ന് അരുൺ വീക്കെൻഡിൽ വിജയ് സേതുപതി എടുത്ത് നല്ല വളച്ചൊടിച്ച് ട്വിസ്റ്റ് ചെയ്താണ് പറയുന്നത്. ദീപകിനെ വിളിക്കട്ടെ മാപ്പ് പറയുമോ എന്ന് ചോദിക്കും, മാപ്പ് പറയോ എന്നെല്ലാം, തെറ്റാണെങ്കിൽ മാപ്പ് പറയോ എന്നെല്ലാം ചോദിക്കുന്നത് അരുൺ ആണ് എന്നാണ് അരുൺ ഇന്നത്തെ വീക്കെൻഡിൽ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ ജാക്ലിനാണ് ദീപകിനെ വിളിച്ച് ചോദിക്കുക, തെറ്റുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാം എന്ന് പറഞ്ഞ് ദീപകിനെ വിളിക്കുന്നതും ദീപകിനോട് മാപ്പ് പറയുന്നതും അരുണൊന്നും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. മാപ്പ് പറയുന്നത് എല്ലാം ജാക്ലിനാണ്. പക്ഷേ ഇതിപ്പം അരുൺ നേരെ ട്വിസ്റ്റ് ചെയ്ത് പറയുകയാണ്. അപ്പോഴത്തേക്കും ദീപക് അതെ മോറൽ എന്നെയും കൂടി ചേർത്ത് ഫസ്റ്റ് ഡേ പറഞ്ഞിരുന്നു. സെക്കൻഡ് ഡേ വന്ന് തന്നെ വീണ്ടും പറഞ്ഞു ഞാൻ അപ്പോൾ ഈ പറയുന്ന വൈസ് പ്രിൻസിപ്പളിനോട് കംപ്ലൈൻറ്റ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ വൈസ് പ്രിൻസിപ്പളിനോട് സത്യ കംപ്ലൈൻറ്റ് പറഞ്ഞപ്പം സത്യക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് എന്നോട് വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞപ്പോഴാണ് എനിക്കും ഇങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ സോറി എന്ന് എൻ്റെ അടുത്ത് ജാക്കിന് പറഞ്ഞപ്പോൾ എന്തിനാണ് പറഞ്ഞത് പോലും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുകയാണ്. സത്യം പറഞ്ഞ ഇതിൻ്റെ ഇടയിൽ നിന്ന് അരുൺ കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കി, അതാണ് കാര്യം. ദീപക്കിനും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ലായിരുന്നു. അരുൺ ആണ് ഇത് കുത്തിപ്പൊക്കി വിട്ടത്. അപ്പോൾ വിജയ് സേതുപതി ടാസ്ക് കളിക്കാൻ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈഗോ പുറത്തു വരുന്നത് കാണാൻ ഒരു രസവും ഇല്ല. അപ്പോൾ നിങ്ങൾ ക്യാരക്ടറായിട്ട് നിൽക്കുമ്പം അങ്ങനെ തന്നെ പറഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജാക്ലിനിട്ട് കൊട്ട് കൊടുക്കും കണക്കാണ് കൊട്ട് കൊടുത്ത് പോയത്. ബ്രേക്കും പറഞ്ഞ് വിജയ് സേതുപതി പോയി. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജാക്ലിൻ ഞാൻ അന്ന് അപ്രീഷിയേറ്റ് ചെയ്തൊരു സാധനമാണ് ആ ടാസ്ക്, സ്കൂൾ ടാസ്ക് നടന്നുകൊണ്ടിരുന്നപ്പം ആ മോറൽ സയൻസിൻ്റെ അവർ വന്നപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്തതിൽ ഞാൻ എന്താ പറഞ്ഞത്, ജാക്ലിൻ ടാസ്ക് കളിച്ചതാണ് ശരി. ഞാൻ എടുത്ത് എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു, കണക്ക് ടീച്ചർ ആണെങ്കിൽ ബിഗ് ബോസ് വീട്ടിലെ കണക്ക് കൂട്ടലുകൾ എങ്ങനെ ഇരിക്കണം അതാണ് പഠിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ മോറൽ സയൻസ് ആണെങ്കിൽ നമുക്ക് ഓരോരുത്തരെയും എന്തെല്ലാം കുത്തി പറയാം, അതെല്ലാം കുത്തി പറയാൻ പറ്റുന്ന ടാസ്ക്കാണ് മോറൽ സയൻസ്. അതുപോലെ തന്നെ നമുക്ക് തമിഴമ്മ ആ മഞ്ചരി ടീച്ചറിന് പറഞ്ഞു കൊടുക്കാൻ എന്താണ് തമിഴിൽ ഭാഷ എങ്ങനെ ഉപയോഗിക്കണം, നാക്ക് ബിഗ് ബോസ് വീട്ടിൽ നമ്മളെ നാക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം പക്ഷേ ഇത് ജാക്ലിൻ മാത്രമേ യൂസ് ചെയ്തോളൂ, അതാണ്. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് ജാക്ലിൻ യൂസ് ചെയ്തതിന് ഒരു വിലയില്ല. അപ്പോൾ ജാക്ലിനെ മൊത്തം കുറ്റം പറയുകയാണ് വിജയ് സേതുപതി ചെയ്തത്. അപ്പോൾ എനിക്ക് അതിന് ഒരു അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നീട് ബ്രേക്കിന് വിജയ് സേതുപതി പോകുമ്പോഴത്തേക്കും സൗന്ദര്യ അരുൺ വാസ് കൺട്രോൾഡ്, അരുൺ കുറച്ച് കൺട്രോൾ ആയിരുന്നു. അപ്പം അരുണും സത്യം മുത്തുകൊണ്ടിടാ ജാക്ലിനെ സംസാരിക്കാൻ വിട്ടില്ലടാ, പറഞ്ഞുകൊണ്ടിരുന്നോടാ, അതാണ് സംഭവം. പക്ഷേ ആ സമയം എപ്പിസോഡിൽ കുറേ നേരം ഇവരുടെ ഇഷ്യൂ ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ജാക്ലിൻ അതിനകത്ത് നല്ലപോലെ സംസാരിക്കാൻ ടൈം കൊടുക്കുന്നുണ്ട്, അരുണും കൊടുക്കുന്നുണ്ട്. രണ്ടുപേരുടെയും ഭാഗത്ത് ആ സമയത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ അരുൺ ഇന്ന് ട്വിസ്റ്റ് ചെയ്തപ്പം അരുണിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് അരുണ് വീണിട്ടുണ്ട്. പിന്നെ അരുണിൽ ഞാൻ എപ്പോഴും കാണുന്ന ഒരു പ്രത്യേകതയാണ്, വീക്കെൻഡ് ആകുമ്പം വിജയ് സേതുപതി നിന്ന് നിൽക്കുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാണ്. അരുൺ ഇങ്ങനെ ഇരിക്കെ കണ്ണൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും, ഇടത്തേക്ക് വലത്തേക്ക് മേളിലേക്ക്, എന്നിട്ടിങ്ങനെ ക്യൂട്ടായിട്ട് കുറച്ച് റൊമാൻറ്റിക് സാധനങ്ങൾ അരുൺ ഇട്ട് പിടിക്കുന്നുണ്ട്.
അടുത്ത് ഓഡിയൻസ് വിജയ് സേതുപതി തിരിച്ചു വരുമ്പോൾ ഓഡിയൻസിന്റെ ഭാഗത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഓഡിയൻസ് പറയണം ബോയ്സും ഗേൾസും ആയിട്ടുള്ള ഈഗോ മാറ്റണമെന്ന് പറയണം. അപ്പോൾ സൗന്ദര്യ റാണവനോട് കാണിക്കുന്നത് ആ ടാസ്കിന്റെ ഇടയിൽ പേഴ്സണൽ ആയിപ്പോയി എന്ന് പറയണം. ജാക്ലിൻ മൈക്ക് ഊരി വെച്ചപ്പോൾ ആ ടാസ്ക് ചെയ്യാൻ സൗന്ദര്യ അടുത്ത് പറഞ്ഞപ്പോൾ ആ ടാസ്ക് ചെയ്യ്, അത് പറ്റില്ല വേറെ പറ, ഈ ടാസ്ക് ചെയ്യ്, അത് പറ്റില്ല വേറെ പറ എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച കാര്യം പറയണം. സൗന്ദര്യ സ്പോർട്ടീവായിട്ട് ടാസ്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറയണം എന്നെല്ലാം ഓഡിയൻസ് പറയുന്നു. ഓക്കെ പറയാമെന്ന് പറയുന്നു. വിജയ് സേതുപതി അടുത്ത സ്വാപ്പിങ്ങിലേക്ക് പോയ ആൾക്കാരുടെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. സ്വാപ്പിംഗ് പോയത് ആരാണ്? റയാൻ പെണ്ണുങ്ങളുടെ ടീമിലും അൻഷിത ആണുങ്ങളുടെ ടീമിലും. അപ്പൊ റയാൻ പറയണേ എന്നെ വിശ്വസിച്ചാണ് അയച്ചത്, അപ്പൊ സൗന്ദര്യം എന്തോ വരുന്ന റയാനോട് വന്നിട്ട് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ വിജയ് സേതുപതി സൗന്ദര്യം എഴുന്നേക്ക്, സൗന്ദര്യാണല്ലോ ഇപ്പൊ റയാൻ, പറ നീ റയാനായിട്ട് പറ. അപ്പോൾ സൗന്ദര്യം ഓക്കെ എനിക്ക് ഹാപ്പി ആയിരുന്നു, റയാനായിട്ടാണ് പറയുന്നത്, എനിക്ക് ഹാപ്പി ആയിരുന്നു, ക്യൂട്ട് എന്ന് പറഞ്ഞു എന്നെ കുറച്ച് പേര്, പിന്നെ എന്നെ വിശ്വസിച്ച് അയച്ചു ഇവരെ ടാസ്ക് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ ജയിച്ചിട്ട് എന്നെ വീണ്ടും വീണ്ടും അയച്ച് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നല്ലോണം നോക്കിയപ്പോൾ വിജയ് സേതുപതി ഇനി ഞാൻ റയാൻ്റെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സൗന്ദര്യനെ ചോദിക്കാം. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. റയാൻ്റെ അടുത്ത് ഞാൻ ഒന്നും ചോദിക്കില്ല. അപ്പോൾ സൗന്ദര്യ അടുത്ത് ചോദിക്കും എന്താണ് റയാൻ നിങ്ങളിങ്ങനെ, ഞാനൊന്ന് ചോദിക്കട്ടെ. ആ വീക്കെൻഡ് എപ്പിസോഡിൽ റയാൻ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ സൗന്ദര്യം അതിൻ്റെ ഇടയിൽ കൂടെ കയറിയാണ് പറയുന്നത്. അപ്പം അതിനകത്ത് റയാനെ വിജയ് സേതുപതി കുറ്റം പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. കാരണം റയാൻ എങ്ങനെ ഉണ്ടായിരുന്നു സ്വാപ്പിംഗ്, അത് സാർ ആക്ച്വലി എന്നെ വിശ്വസിച്ച് അയച്ചു എന്ന് ഇത്രയും റയാൻ പറഞ്ഞപ്പോൾ സൗന്ദര്യം എൻ്റെ മൂട്ടി തിരുമി എന്തോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൗന്ദര്യമൊക്കെ വിജയ് സേതുപതി ചോദിച്ചിട്ട് അവസാനം റയാനെ കുറ്റപ്പെടുത്തി അവിടെ ഇരുത്തുകയാണ്. എനിക്കൊരു പിടിയുമില്ല ഈ ഹോസ്റ്റിംഗ് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അപ്പോഴേ റയാൻ അടുത്ത് എന്നിട്ട് വിജയ് സേതുപതി പറയണം ഇനി ഇവിടെ ഞാൻ വരുമ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ ആരെങ്കിലും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കത്തേ ഇല്ല എന്നെല്ലാം പറയുന്നു. ഇതിന് മാത്രമുള്ള സംഭവം ഒന്നും വീക്കെൻഡിൽ നടന്നില്ല. പിന്നീട് അൻഷിത അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അൻഷിത പറയണം 6 ആഴ്ചയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും ഹാപ്പി ആയിട്ടിരുന്നത്, സംസാരിക്കൂല എന്ന് എല്ലാവരും എന്നെപ്പറ്റി പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ എല്ലാവരോടും സംസാരിച്ചു, രാത്രി ഇവരുടെ ഗലാട്ടകളിലെല്ലാം ഞാൻ എൻജോയ് ചെയ്തു, എൻ്റെ പേരിൽ ഫസ്റ്റ് ഡേ ഇവർ ഫുഡ് മറന്നു, അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക പ്രൊട്ടസ്റ്റ് ഒക്കെ എടുത്തു. പിന്നെ ഡേ ബൈ ഡേ ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണെന്ന് എനിക്ക് തോന്നി. ഗേൾസിൽ ആര് ഈ ബോയ്സ് ടീമിൽ വന്നിട്ടും കിട്ടാത്ത അത്ര ഹാപ്പിനെസ് എനിക്ക് കിട്ടി, ലക്ക് കിട്ടി, എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾ തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ സോറിയും പറയുന്നുണ്ടായിരുന്നു. വിജയ് സേതുപതി നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഈ ബെഡിൽ 2 പേർക്ക് കിടക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അവരോട് കാണിച്ച വിശ്വാസം അടിപൊളിയായിരുന്നു. പിന്നെ കൂട്ടത്തിൽ ആണുങ്ങൾ എല്ലാവരോടും പോയി അൻഷിത എടുത്ത് സോറി പറഞ്ഞതും അടിപൊളിയായിരുന്നു. സാചന ഫുഡ് എടുത്ത് ആണുങ്ങൾക്ക് കൊടുത്തതും അടിപൊളിയായിരുന്നു. രാത്രി ആരും കാണാതെ എടുത്ത് കൊടുത്തതും അടിപൊളിയായിരുന്നു. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ജാക്ലിൻ ബിഗ് ബോസിന്റെ റൂൾ അനുസരിച്ച് ചെയ്തപ്പോൾ ജാക്ലിന് തെറ്റ്. സാധന റൂൾ ബ്രേക്ക് ചെയ്ത് അരി മോട്ടിച്ച് ആണുങ്ങൾക്ക് കൊടുത്തത് ഓക്കെ, അത് നല്ല കാര്യം തന്നെയാണ്, നല്ല, പക്ഷെ അത് ഇറ്റ്സ് എ റൂൾ ബ്രേക്ക്. അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വിജയ് സേതുപതി പറഞ്ഞത് റൂൾ ബ്രേക്കാണ്, ഇനി ചെയ്യരുത്, ഇങ്ങനെ പറഞ്ഞങ്ങ് തീർക്കുവാണേ. അപ്പം ഞാൻ ചോദിക്കട്ടെ, സാജനയെ ഇങ്ങനെ പറഞ്ഞു, ജാക്ലിൻ റൂൾ അനുസരിക്കാത്ത സാജനയെ അയ്യോ പൊന്നെ ഇങ്ങനെ പറഞ്ഞു, റൂൾ അനുസരിച്ച് ടാസ്ക് ചെയ്ത ജാക്ലിനെ ഇങ്ങനെ പറഞ്ഞു. എങ്ങോട്ടാണ്? എനിക്ക് ഇന്ന് സത്യം പറഞ്ഞ വിജയ് സേതുപതി ഭയങ്കര ഓവറായിട്ട് ആവശ്യമില്ലാത്തടത്ത് കത്തുകയും, ഞാനും കൂടെ തമിഴായല്ലോ, ആവശ്യമില്ലാത്തടത്ത് ദേഷ്യപ്പെടുകയും ആവശ്യമുള്ളിടത്ത് പഴം പോലെ ഇരിക്കുകയും ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത്രയും ദിവസം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഇന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ അപ്പോഴത്തേക്കും പിന്നീട് അടുത്ത അപ്പോൾ സാജന ഫുഡ് കൊടുത്തത് അടിപൊളി. അപ്പോൾ സാജന പറയാണ് ദീപക്കണ്ണൻ സാജന സംസാരിക്കുന്ന അങ്ങനെയുള്ള ദീപക്കണ്ണൻ പട്ടിണിയാണെന്ന് പറഞ്ഞിരുന്നു, ഫുഡ് ഇല്ലാന്ന്. അപ്പോൾ ബി ശിക്ഷ തന്നാലും വീക്കെൻഡിൽ ആരെങ്കിലും വന്ന് ചോദിച്ചാലും എനിക്ക് പ്രശ്നമില്ലെന്ന് കരുതി തന്നെയാണ് ഞാൻ അത് ചെയ്തത്. പിന്നെ എൻ്റെ പങ്ക് മാത്രമല്ല എല്ലാവരുടെയും പങ്ക് ആയിരുന്നത് കൊണ്ടാണ് ഞാൻ തൊട്ടടുത്ത ദിവസം പെണ്ണുങ്ങളടുത്ത് എല്ലായിടത്തും ചോദിച്ചത്, മാപ്പൊക്കെ പറഞ്ഞു. വിജയ് സേതുപതി തർഷികയും പവിത്രയും ആനന്ദിയും ഫുഡ് അവർക്ക് കൊടുത്തയക്കണം എന്നൊക്കെ ക്യാമറ എടുത്ത് പറഞ്ഞല്ലോ, അത് നന്നായിരുന്നു. അപ്പോൾ തർഷിക അത് നമ്മൾ പറഞ്ഞിരുന്നു, ബിഗ് ബോസ് കൊടുക്കൂല എന്നാണ് നമ്മൾ വിചാരിച്ചത്, എന്നിട്ടും നമ്മൾ പറഞ്ഞു ബിഗ് ബോസ് നമ്മുടെ ഒരു പാക്കറ്റ് അരി ബാക്കിയുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് എങ്കിലും അവർക്ക് കൊടുക്കും ഫുഡിന് വേണ്ടിയിട്ട്, നമ്മൾ മനഃപൂർവ്വം തോറ്റു കൊടുക്കാം, എന്നിട്ട് ആ അരി ഒരു പാക്കറ്റ് അരി അവർക്ക് കൊടുക്കാം, അവർ കൊണ്ട് ഫുഡ് വെക്കട്ടെ എന്നെല്ലാം നമ്മൾ പറഞ്ഞു എന്ന് പറയുകയാണ്. എന്നിട്ട് വിജയ് സേതുപതി റൂൾ എന്നിട്ടാണ് സാജന ചെയ്തൊക്കെ ശരി തന്നെ, പക്ഷെ റൂൾ ബ്രേക്കാണ്, ഇനി ചെയ്യരുത്, ഈ ടോണിൽ പറഞ്ഞിട്ട് ശരി ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ആണുങ്ങൾ അപ്പോഴാണ് അറിയുന്നത് പെണ്ണുങ്ങൾ 3 പേര്, ഈ പവിത്ര, തർഷിക, ആനന്ദി അവർക്ക് വേണ്ടിയിട്ട് ഫുഡിന് വേണ്ടി ബിഗ് ബോസിനോട് യാചിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ അതിനു വേണ്ടി നന്ദി പറയുന്നു. സാജന ഫുഡ് എടുത്ത് തന്നു, ആണുങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല, രഞ്ജിത്ത് മാത്രമാണ് അറിഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വന്ന് നന്ദി പറയുന്നു. എല്ലാവരും അങ്ങനെ നന്ദി പറച്ചിലോട് കൂടി നിൽക്കുവാണ്. വിജയ് സേതുപതി അടുത്ത സൗന്ദര്യ ഇഷ്യൂ. മനസ്സിലെത്തി സമാധാനം കിട്ടുന്ന സൗന്ദര്യക്ക് ഇത്തിരി സൗന്ദര്യം കാണിച്ചിട്ടുള്ള വേലത്തരങ്ങൾക്ക് കുറച്ച് പറഞ്ഞപ്പോഴാണ് വിജയ് സേതുപതി വരുന്നു.
സൗന്ദര്യ ടാസ്ക് തരില്ല, സൗന്ദര്യക്ക് ടാസ്ക് തരുന്നില്ല എന്നുള്ള കാര്യം സൗന്ദര്യ പറഞ്ഞില്ലേ. അരുൺ തന്ന ടാസ്ക് ശരിയല്ലെന്ന് സൗന്ദര്യ പറയാൻ കാരണം വന്നപ്പോൾ സൗന്ദര്യ ഒത്തിരി പേര് ചെയ്ത ടാസ്ക് ആണ് സാർ അത്, പിന്നെ ചില വാക്കുകൾ ഇന്റൻഷൻ പേഴ്സണൽ ആയിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അത് ചെയ്യാൻ തോന്നിയില്ല. അപ്പൊ അരുൺ സാർ ജാക്ലിൻ മൈക്ക് ഇടാത്തത് കൊണ്ടാണ് ജാക്ലിന്റെ തൊട്ടടുത്തിരുന്ന സൗന്ദര്യക്ക് ശിക്ഷ കൊടുക്കാൻ ഞാൻ പോയത്. ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പിന്നെ എന്താ കഴിഞ്ഞ ആഴ്ച സുനിതയെ പോലെ ഈ സൗന്ദര്യ ആക്ട് ചെയ്ത പോലെ ജാക്ലിനെ പോലെ ആക്ട് ചെയ്ത് മൈക്കിടൂ എന്ന് പറയാൻ മാത്രമേ ഞാൻ പറഞ്ഞോളൂ. അപ്പം ഇത് നല്ലതല്ല, വേറെ തരൂ എന്ന് ഇവൾ പറഞ്ഞിരുന്നു. അപ്പം ഇവൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേറൊരെണ്ണം മാറ്റിക്കൊടുത്തു. എങ്കിൽ നീ അത് പറയണ്ട, ഇത് പറ. അപ്പോൾ ഇതും പറ്റില്ല, വേറെ പറ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് കംഫർട്ടായിട്ട് ഏത് ടാസ്ക് ഉണ്ട് അത് നീ ചെയ്തോ, അത് നീ തന്നെ പറ എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് ആണ് ഈ ടാസ്ക് പറഞ്ഞത്. എനിക്ക് നിന്നെ പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്യണമെന്നോ ഇന്റൻഷ്യലി നിന്നെ അങ്ങനെ ചെയ്യണമെന്നോ ഒന്നും എനിക്ക് താല്പര്യമില്ല എന്നാണ് ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഇവള് നീ പറയുന്ന സംസാരം ശരിയല്ല, നിന്റെ ഇറിറ്റേറ്റിംഗ് ആണ് വേർഡ് എന്നല്ല എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് ജാക്ലിൻ ഇവളുടെ അടുത്ത് പറഞ്ഞു എടാ ആ ടാസ്ക് ചെയ്യ് എങ്ങനെയെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഇവളെ കൺവിൻസ് ആക്കി. ഇവിടെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഞാൻ വെയിറ്റ് ഇരുന്നതിനിടയ്ക്ക് ഇവള് ചാടി പറഞ്ഞോളൂ ഞാൻ ടാസ്ക് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നേരെ എഴുന്നേറ്റ് ഇവിടെ നമ്മുടെ ലിവിംഗ് റൂമിലേക്ക് ഇപ്പോൾ എപ്പോൾ 1-2 പേര് കുളിക്കാൻ പോയിരിക്കാൻ അവിടെ 2-3 പേര്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ടാസ്ക് ചെയ്യുന്നത്, എനിക്കൊരു ടാസ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു 3 ടാസ്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൾ ആ സമയം ചെയ്തില്ല. അവസാനം ജാക്ലിൻ കൂടെ പറഞ്ഞ് ഇവളെ കൺവിൻസ് ആക്കിയിട്ടാണ് ഇവൾ എന്ത് ചെയ്യുന്നത്, ആ ടാസ്ക് ജാക്ലിൻ കൂടെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞപ്പോൾ ഇവിടെ തലയ്ക്കകത്തുള്ള ക്ലിപ്പല്ല ഇളവി താഴെ വീണാണ് ഇവൾ പെരുമാറിയത് എന്നാണ് ഈ പറയുന്ന അരുൺ വിജയ് സേതുപതിനോട് പറഞ്ഞത്. അത് കറക്റ്റ് കാര്യമാണ്. അരുൺ നടന്ന കാര്യം അതുപോലെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അരുൺ ഒത്തിരി സാധനങ്ങൾ അരുണിന്റെ നെഗറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവും അത് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. അരുണിന്റെ കൊണ വെച്ച് അരുണിന്റെ ഒരു സ്വഭാവം വെച്ച് ഒരു കൊണ വെച്ച് സൗന്ദര്യക്ക് ഇഷ്ടം പോലെ കൊടുക്കാനുള്ളതാണ്. പക്ഷെ അരുൺ എന്തോ ആ സമയത്തൊന്നും മിണ്ടിയില്ല. ഇന്നലെ എനിക്കൊരു കമന്റ്, ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാനത് കണ്ടു. സൗന്ദര്യം എടുത്ത് ഈ ടാസ്ക് ഞാനിനി അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം, മോറൽ സയൻസ് ടീച്ചറായിട്ടുള്ള ഞാൻ അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഈ ഡയലോഗ് പറഞ്ഞു കൊടുക്ക്, ഈ ഡയലോഗാണ് പറയേണ്ടതെന്ന് അരുൺ ആരോട് പറയുന്നത്, സൗന്ദര്യം പറയുന്നത്. അപ്പൊ ഈ സൗന്ദര്യം പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ഈ ഡയലോഗ് കാണാതെ പഠിച്ച് പറയും, എനിക്ക് കാണാതെ പഠിച്ച് പറയാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ കാണാതെ പഠിച്ച് പറയാൻ അറിഞ്ഞൂടാത്ത ആൾ എങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആക്ടിങ് കരിയറിൽ കയറാൻ നിൽക്കുന്നത്? സൗന്ദര്യം അതിന്റെ ഉത്തരം പറയണം. എൻ്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഉത്തരം എനിക്ക് പോലും ആ തലയിൽ ഇത് കത്തിയില്ല. എൻ്റെ വ്യൂവേഴ്സ് ആരോ ഒരാളാണ് ഇന്നലത്തെ വീഡിയോയിൽ കമന്റ് ചെയ്തിരുന്നത്, സൗന്ദര്യക്ക് ആ 2 ഡയലോഗിൽ ഓരോ സെന്റൻസ് കാണാതെ പറയാൻ വേണ്ടി പറ്റാത്ത ഒരാൾ എങ്ങനെയാണ് സിനിമയിൽ കയറി ഇതെല്ലാം പറയാൻ പോകുന്നത്? സിനിമാക്കാരി ആവണം, ആക്ടർ ആവണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നടക്കുന്നത്. ഇപ്പോഴും ചെറിയ ആക്ടറാണ്, അപ്പൊ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ്. അത് കറക്റ്റ് വാല്യുബിൾ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിജയ് സേതുപതി അടുത്ത ഇഷ്യൂ വരെയാണ്. എന്താണ് സൗന്ദര്യയുടെ ഫേസ് എക്സ്പ്രഷനുമായിട്ടുള്ള പ്രശ്നം? ആർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞു. അപ്പൊ ദീപക് തനിയെ വിളിച്ച് ഈ സൗന്ദര്യ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ റിയാക്ട് ചെയ്യുന്നത് ഇറിറ്റേറ്റിംഗ് ആണ്. അപ്പൊ ആനന്ദി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് പറയും ഇതാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് കുറെ എക്സ്പ്രഷൻ ഇടും. അപ്പൊ സാജന ഈ വീക്ക് മാറ്റും എന്നാണ് ഞാൻ കരുതിയത്, കഴിഞ്ഞ ആഴ്ച ആണോ? ശരി, എങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലേ, എങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് തോന്നും പോലെ പറഞ്ഞു. ഈ വീക്ക് മാറ്റും എന്നാണ് ഞാൻ കരുതിയത്. എല്ലാം ഒരു പുച്ഛ ഭാവമാണ്. എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ മര്യാദയായിട്ട് നടക്കണം, നീ മര്യാദയായിട്ട് സംസാരിക്കണം എന്നെല്ലാം പറയും. എന്നിട്ട് സ്വന്തമായിട്ട് ആ ആൾക്കാണെങ്കിൽ ഒരു മര്യാദയില്ലാത്ത രൂപത്തിലാണ് നടക്കുന്നത്. അപ്പൊ വിശാല് കിച്ചണില് ടാസ്ക് കൊടുത്തിരുന്ന സമയത്ത് ക്യാമറയെ നോക്കിയിട്ട് എനിക്ക് ഈ ചാനൽ ഇഷ്ടമല്ല, ഞാനിത് മാറ്റും എന്ന് പറഞ്ഞിട്ട് ബന്ധമില്ലാത്ത രീതിയിലാണ് ഈ സൗന്ദര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മോട്ടീവായിട്ട് ഇതെല്ലാം ചെയ്യുന്നതാണ്. അപ്പൊ ജാക്ലിൻ, അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന സാധനം അതായിരുന്നേ. ഇപ്പം വിജയ് സേതുപതി ജാക്ലിന്റെ ചോദിക്കുമ്പോൾ ജാക്ലിന്റെ ഫ്രണ്ട് ആണല്ലോ സൗന്ദര്യം. അപ്പൊ ജാക്ലിൻ മൂഡ് താങ്ങി സംസാരിക്കുമോ അതോ അല്ല സംസാരിക്കുമോ എന്ന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജാക്ലിൻ 2 തൊടാതെ അവിടെ ജാക്ലിൻ എനിക്ക് ഇത്രയും നേരം ഞാൻ ജാക്ലിന്റെ കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം നിങ്ങൾ കുറെ പേര് പറയുമായിരിക്കും ഞാൻ ഇന്ന ആൾക്ക് സ്റ്റാൻഡ് പറയുന്നു, അങ്ങനെയൊന്നുമല്ല. എൻ്റെ മനസ്സിൽ ഇന്ന് വരെ 1 രൂപയ്ക്ക് പോലും ഒരാളുടെ അടുത്ത് ഞാൻ PR ചെയ്തോ അല്ലെങ്കിൽ ഒരാളെ സപ്പോർട്ട് ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. അങ്ങനെയാണെങ്കിൽ സീസൺ 6 മലയാളത്തിൽ എനിക്ക് പരിചയമുള്ള 6-7 പേരോളം ഉണ്ടായിരുന്നു. അവർക്ക് ഒരാൾക്ക് പോലും ഞാൻ പരിചയമില്ലാത്ത ലെവലിലാണ് സംസാരിച്ചത്. അവരാരെയും പരിചയമില്ലാത്ത ലെവലിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ജാക്ലിന്റെ പോസിറ്റീവ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ജാക്ലിൻ എന്തെന്ന് അറിയാമോ, സൗന്ദര്യം വിറപ്പിക്കാനും പറ്റില്ല. വിജയ് സേതുപതി ചോദിക്കുന്നതിന് കറക്റ്റ് മറുപടി പറയാൻ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നാണ് മറുപടി പറഞ്ഞത്. അത് സൗന്ദര്യ ചില പണ്ടൊന്നും ഒട്ടും സംസാരിക്കില്ലായിരുന്നു, ഇപ്പൊ സംസാരിക്കും. പക്ഷെ ഇപ്പൊ ഓവർ കോൺഫിഡൻറ്റും ദേഷ്യമാണ്. അപ്പൊ നീ അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് ജെനുവിനായിട്ട് ആഗ്രഹമുണ്ട്. 2-3 തവണ ഞാനിതൊക്കെ കണ്ടിട്ട് മിണ്ടാതെയിരുന്നു. വീണ്ടും ചെയ്യുമ്പോൾ ജെഫ്രി റയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളത് നിസ്സാരമായിട്ട് എടുക്കും.
ഇവൾ വലിയ കാര്യമായിട്ട് കൊടുക്കില്ല. വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ദീപക്കണ്ണനൊക്കെ പറഞ്ഞാലോ വിശാലോ ഞാനോ ഒക്കെ പറഞ്ഞു ഇവൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും എന്ന് പറഞ്ഞ് ജാക്ലിൻ അവിടെയും ഇവിടെയും നിൽക്കാതെ നടുക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം സൗന്ദര്യം വേണം, കള്ളം പറയാനും പറ്റത്തില്ല. അപ്പൊ എനിക്കിപ്പോ അവൾ എൻ്റെ അടുത്ത് പല കാര്യങ്ങളും നിന്റെ കാര്യം ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും പോലെ എനിക്ക് ഒരു ഫ്രീഡം ഉണ്ട്, അപ്പൊ അത് ചെയ്യാനായിട്ട് അവൾ സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ മുത്തു സൗണ്ടിനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷനാണ് ഇടുന്നത്. എന്നോട് 2ാമത്തെ ആഴ്ച പ്രശ്നം തുടങ്ങിയതാണ് സൗണ്ട്. അന്നത്തോടുകൂടി എനിക്ക് മതിയായി. പിന്നെ ഞാൻ ഈ സൗന്ദര്യം എടുത്ത് റിയാക്ട് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടെ, എങ്ങനെ ഞാൻ സൗന്ദര്യം എടുത്ത് റിയാക്ട് ചെയ്യും. ഇവളുടെ റൂൾ ബ്രേക്ക് ചെയ്ത് അപ്പുറത്ത് വന്നിരുന്നു, ഓക്കെ, അതൊക്കെ അവളുടെ കാര്യം. അവിടെ വന്നിരുന്നോണ്ട് ചില എക്സ്പ്രഷൻ ഇവൾ കാണിച്ചത് സൗന്ദര്യം നിന്റെ റിയാക്ഷൻ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, ഇത് മാറ്റണമെന്ന് പറയുമ്പോഴത്തേക്കും അത് അവൾക്ക് മനസ്സിലാവുന്നുമില്ല. അപ്പൊ സൗന്ദര്യ മറുപടി പറയൂ, വിജയ് സേതുപതി പറയണേ. അപ്പോൾ എൻ്റെ റിയാക്ഷൻ ഞാനെന്ത് തോന്നി ചെയ്യുന്നതല്ല, അത് നാച്ചുറലായിട്ട് വരുന്നതാണ്. അത് ഫണ്ണായിട്ട് ഞാൻ പറയുമ്പോൾ അത് ഇവർ ഫണ്ണായിട്ട് എടുക്കുന്നില്ല. അപ്പൊ റയാൻ, ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞിരുന്നു, എന്താണ്, നീ പലരുടെയും തെറ്റ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നിന്നിലും പല തെറ്റ് കണ്ടെന്നുള്ള കാര്യം ഞാൻ അവളോട് പറഞ്ഞിരുന്നു എന്ന് പറയണം. അപ്പൊ വിജയ് സേതുപതി, സൗന്ദര്യ ടാസ്കുകളിൽ കൺവിൻസ് ആകാത്തതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ സൗന്ദര്യം പറയണേ, കാരണം എനിക്കതിന് കാരണം ഇല്ല പറയാൻ. കാരണം തെറ്റ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഓൾമോസ്റ്റ് എല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയായിരിക്കും. അപ്പം സൗന്ദര്യം അടുത്ത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കോഷ്ടി കാണിക്കരുതെന്ന്. അപ്പം സൗന്ദര്യം പറയണേ, മുത്തു, സത്യ, സാചന. അപ്പം ഞാൻ വിചാരിക്കണം ഇപ്പം ലിസ്റ്റ് തീരും. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മുത്തു, സാചന, സത്യ, രഞ്ജിത്ത്, അരുൺ, റയാൻ, ഈ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ, എൻ്റെ ആംഗ്യം കൊള്ളില്ല, അത് മാറ്റണമെന്നുള്ളത്. അപ്പോഴത്തേക്കും അരുൺ ഇപ്പൊ തന്നെ ഫണ്ണി ആയിട്ടുള്ള കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കോൺഫിഡൻറ്റ് കൂടി ബൂസ്റ്റായി എക്സ്പ്രഷനിലായിട്ടാണ് ഈ സൗന്ദര്യം ഓരോന്ന് പറയുന്നത്. അപ്പോൾ സൗന്ദര്യം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പലതും. വിജയ് സേതുപതി, ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? പിന്നെ റാണവേ, നിങ്ങൾ ടാസ്കിൽ റിയൽ ആണോ അതവിടെ റീലാണോ കാണിച്ചത്, റിയൽ ആണോ ഫേക്ക് ആണോ, നിങ്ങൾ ആളുകൾ കോർണർ ചെയ്യുന്നു, എന്നെ വെറുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കളിച്ചത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. റാണവിനെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്തല്ലോ. അപ്പോൾ റാണവ് ടാസ്കിൽ എന്നെ കോർണർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില കമൻസ്, കൗണ്ടേഴ്സ്. അപ്പോൾ ഇവരുടെ ഒന്നും സർക്കിളിനകത്ത് ഞാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലെവലിലാണ് ഇവർ സംസാരിക്കുന്നത്. നീ അവിടെ പോയിരി എന്ന് എൻ്റെ അടുത്ത് പറയും. അപ്പം ഞാൻ ഓവർ ഷെയ്ഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, എന്നല്ല ഓവറായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു ആ ടാസ്കിലൊക്കെ. ഇവർ എന്നെ അങ്ങനെ പറഞ്ഞു. അപ്പം വിജയ് സേതുപതി, ആരെയാണ് പറയാനുള്ളത്? അത് എല്ലാവരും പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? അങ്ങനെയൊക്കെ പറഞ്ഞു. എപ്പോഴാണ് പറഞ്ഞത്? എപ്പോഴെല്ലാം പറഞ്ഞു. ആരാണ് പറഞ്ഞത്? അവർ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഇതിലൊന്നും ഒന്നും ഇല്ല. റാണവ് കിടന്ന് ഉരുളുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും കിടന്ന് റാണവ് നല്ല ഉരുളക്കമാണ്. അപ്പോൾ വിജയ് സേതുപതി, തെളിവില്ലാത്ത കാര്യം സംസാരിക്കണ്ട. മുത്തു, ജാക്ലിൻ മാത്രമല്ല എല്ലാവരും ഇവിടെ കളിക്കാനാണ് വന്നത്. ഇൻട്രസ്റ്റിംഗ് ആക്കണം. ക്യാപ്റ്റൻ കപ്പ് എളുപ്പത്തിൽ ആൾക്കാരെടുത്ത് നിങ്ങളുടെ തലയിലോട്ട് വെച്ച് തരൂല കിരീടം. ഓക്കെ, ബ്രേക്കിന് പോവുകയാണ് നമ്മുടെ വിജയ് സേതുപതി. സൗന്ദര്യം കരയുന്നു. അത് കരയുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ മൊത്തം ഡ്രാമ പോലെയാണ്. നമ്മൾ ഇമോഷണൽ കളിയാക്കാൻ നമ്മൾ ആരുമല്ല. എന്നാലും സൗന്ദര്യം കരയുന്ന മൊത്തം ഡ്രാമകളൊക്കെ കറക്റ്റ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നേരെ നടന്നു പോകണം. അപ്പൊ ജെഫ്രി അക്കാ പോട്ടക്ക. അപ്പൊ സൗന്ദര്യ വാഷ്റൂമിൽ പോയിരുന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്, കാണണ്ട, എങ്കിൽ ഞാൻ വീക്കാണെന്ന് പറയും. ഈ സൗന്ദര്യം എന്താണ് കാണിക്കുന്നത് എനിക്കൊരു പിടിയില്ല. ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്, ഞാൻ കരയുന്ന കാണണ്ട എന്ന്. അപ്പോഴാണ് സൗന്ദര്യം ഒരു ഡയലോഗ് കൂടെ, ഞാൻ വീക്കെന്ന് പറയൂന്ന്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാള് ഇങ്ങനെയൊക്കെ. അപ്പോഴാണ് എനിക്ക് വീണ്ടും മനസ്സിലാവുന്നതല്ല ഡ്രാമയാണെന്നുള്ള കാര്യം. അപ്പൊ ജെഫ്രി, ഇതൊന്നും നീ മാറ്റിയാലും മതി, ഇത് നീ മാറ്റിയാൽ മതി. അപ്പൊ സൗന്ദര്യ, എൻ്റെ റിയാക്ഷൻ അല്ലേടാ ഞാൻ കൊടുത്തത്. അപ്പൊ റിയ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. അപ്പം ഞാൻ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഒന്നും ചെയ്തില്ല. എന്നെവിടെ അവരവിടെ കിടന്ന് വഴക്കുണ്ടാക്കും, ഇവരിവിടെ അടിക്കാൻ പോവും, ഫിസിക്കലി പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഒരു റിയാക്ഷൻ അല്ലേ കൊടുത്തോളൂ, എന്നെ അതിനെന്തിനെല്ലാരും കൂടെ ഇങ്ങനെ പറയണത്? ഇങ്ങനെ സെയിം ഇതേപോലെ സൗന്ദര്യം ഇരുന്ന് കരയാണ്. കുറച്ച് കഴിഞ്ഞ് രഞ്ജിത്ത് സൗന്ദര്യം എടുത്ത്, കണ്ണാ, രഞ്ജിത്തിന്റെ സംസാരമല്ല, കണ്ണാ ആര് പെർഫെക്റ്റ് അല്ല. അപ്പൊ സൗന്ദര്യ, ഇത്രയും പേർക്ക് തോന്നിയില്ലേ ഞാൻ ഫിസിക്കലും നാക്കുവന്നു ആരുടെ കാണിക്കുന്നില്ല, ഞാൻ എൻ്റെ റിയാക്ഷൻ അല്ലേ, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ ഇനി അത് നോട്ട് ചെയ്ത് വെച്ചോളാം എന്ന് പറയുന്നു. വിജയ് സേതുപതി നേരെ വരുന്നു. എവിക്ഷനിലുള്ള 12 പേര് നിൽക്കുന്നു. സ്റ്റോർ റൂമിലോട്ട് പോകാൻ പറയുന്നു. സ്റ്റോർ റൂമിൽ നിന്നും കുറച്ച് കാർഡുകൾ വരികയാണ്. ഇപ്പം പേരും ഒരു നമ്പരും. നമ്മുടെ എക്സാമിനൊക്കെ ഉള്ള പോലെ നമ്മുടെ എക്സാമൊക്കെ എഴുതാൻ പോകില്ലേ, അപ്പോൾ നമ്മുടെ ഒരു പേരും രജിസ്റ്റർ നമ്പരും, പേരും ഉണ്ട്, ഒരു രജിസ്റ്റർ നമ്പരും ഉണ്ട്. വേറെ ഒന്നുമല്ല, ഗാർഡൻ ഏരിയയിൽ പോവുക, അവിടെ ഒരു വലിയ ബോർഡുണ്ട്, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് BB റെസിഡൻഷ്യൽ സ്കൂൾ റിസൾട്ട്. അപ്പോൾ പാസ്സായവരുടെ ലിസ്റ്റ് മാത്രമേ അവിടെ ഉള്ളൂ. പാസ്സായവരുടെ പേരിൻ്റെ ആ നമ്പർ, ഇപ്പോൾ എൻ്റെ നമ്പർ 80, 30, 50, 70 എന്നൊക്കെ ആണെങ്കിൽ
ആ നമ്പർ ഓരോരുത്തരുടെയും നോമിനേഷനിലുള്ള ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ പോയി ആ ബോർഡിൽ ഉണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ എലിമിനേറ്റഡ്. നോക്കുന്നു, അവർ പോയി നോക്കുന്നു, റിയ എവിക്റ്റഡ് ആണ്. അപ്പോൾ തന്നെ റിയ, ഐ ഡോണ്ട് ഡിസേർവ് ദിസ്, ഐ ഡോണ്ട് ഡിസേർവ് ദിസ്, ഐ ഡോണ്ട് ഡിസേർവ് ദിസ്, ഞാനല്ല പോകേണ്ടത്, ഞാനല്ല. ബിഗ് ബോസ് നിങ്ങളുടെ ജേണി ഇവിടെ തീർന്നു. അപ്പോൾ റിയ, പക്ഷെ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ടാണ് റിയയുടെ കേസിൽ തോന്നി. അപ്പോൾ റിയ, ദിസ് ഇസ് സോ ബാഡ്. എന്നിട്ട് റിയ എന്നെ സ്വന്തമായിട്ട് തുണിയെല്ലാം വാരി വെക്കാൻ പോകുന്നു. അപ്പോൾ ജാക്കിലിടാ നമ്മൾ പറക്കി വെക്കുക, വേണ്ട വേണ്ട എന്നെ ഒറ്റയ്ക്ക് വിടുക, എനിക്ക് ഇത് ഡിസ്ട്രാക്ഷൻ വേണം, വേണ്ട 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 വേണ്ട, എനിക്കിതെല്ലാം സ്വപ്നം പോലെ തോന്നുന്നു, എന്തെങ്കിലും സന്തോഷമായിട്ട് അനുഭവിച്ചു വരുമ്പോൾ അപ്പം തന്നെ എന്നെ പറിച്ചെടുക്കും, എനിക്ക് സ്വപ്നമായിട്ട് തോന്നുന്നു. ബിഗ് ബോസിലേക്ക് വിളിച്ചതും വന്നതും എവിക്റ്റ് ആയതും തിരിച്ചു പോകുന്നതും 2 ആഴ്ച ഞാൻ നല്ലതുപോലെ അല്ലേ ചെയ്തത്, ഞാൻ നല്ലപോലെ ചെയ്തു. അപ്പോഴത്തേക്കും ജാക്കിലേട്ടാ നീ നല്ല പോലെയാണ് ചെയ്തത്, അത് എല്ലാവർക്കും അറിയാം, എനിക്ക് എന്ത് പറ്റി, ഞാനല്ല പോകേണ്ടത് എന്നെല്ലാം പറഞ്ഞ് ഒരുവിധം റിയ ഒന്ന് ആശ്വസിക്കുന്നു. ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഞാൻ അടുത്തെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ സോറി എന്നെല്ലാം പറയുന്നു. അപ്പം മുത്തുവിന് കിട്ടിയിട്ടുള്ള മറ്റേ ഗോൾഡിൻ്റെ മെഡൽ എടുത്ത് സാജനയുടെ കൊടുക്കുന്നു. സാജന അത് അണിയിച്ചു കൊടുക്കുന്നു. ബായ് പറഞ്ഞ് റിയ പോകുന്നു. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്നു. ജാക്ലിനും റയാനും കൂടെ സംസാരിക്കണം. റയാൻ പറയാണ്, ഞാനാണ് ഇമോഷണൽ വീക്ക് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ജാക്ലിൻ, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. അപ്പോൾ റയാൻ, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, ഇപ്പോൾ ഇവളെ പോയോണ്ടാണോ നിനക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ റയാൻ, മിക്സഡ് ഇമോഷനാണ് എനിക്ക്. അപ്പോൾ ജാക്ലിൻ, നല്ലത് കെട്ടതെന്ന് പറഞ്ഞുള്ള കാര്യം വിട്ടുകളാ, ബാക്കിയുള്ളവർ എന്ത് പറയുന്നുള്ള കാര്യം വിട്ടിട്ട് നിനക്ക് തോന്നുന്ന കാര്യം നീ സംസാരിക്കുക എന്ന് പറയാണ്. റിയ നേരെ സ്റ്റേജിൽ വരുന്നു. സ്റ്റേജിൽ വന്ന് റിയ ഭയങ്കരമായിട്ട് കരയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വിജയ് സേതുപതി സോറി പറയുന്നു. റിയയുടെ ജേണി വീഡിയോ കാണിക്കുന്നു. സ്റ്റേജിൽ നിന്ന് റിയ കരയുന്നു. കുറേ വിജയ് സേതുപതി ആശ്വസിപ്പിക്കുന്നു, നിങ്ങൾക്ക് നല്ലത് വരും, ഒത്തിരി പ്രോജക്റ്റുകൾ കിട്ടട്ടെ, ഞാനിനി മുന്നോട്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു പൊസിഷനിലായിരിക്കും എന്നെല്ലാം പറഞ്ഞ് ഒത്തിരി ഇത് കൊടുക്കുന്നു. ഭയങ്കര അൺഫെയർ ആയിപ്പോയി കേട്ടോ, ഭയങ്കര അൺഫെയർ ആയിപ്പോയി എനിക്ക് റിയയുടെ കേസ്. കാരണം റിയൊന്നും അല്ലടേ പോകാനുള്ളത്, ഇതിനകത്ത് എന്തോരം പേര് കണ്ടന്റ് ഉണ്ടാക്കാം. റിയൊക്കെ ഞാൻ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, വെറുപ്പിക്കൽ, അവൾ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് മെസ്സേജൊക്കെ ഞാൻ വായിക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ റിയ പോകേണ്ട ആളൊക്കെ തന്നെ, പക്ഷെ റിയയ്ക്ക് മുന്നേ പോകേണ്ട ആൾക്കാർ ഈ പ്രാവശ്യത്തെ നോമിനേഷനിൽ ഉണ്ടായിരുന്നു. അപ്പം റിയ പോകുന്നു. അതിനുശേഷമാണ് സ്റ്റോർ റൂമിൽ നിന്നും ഒരു ലോറിയുടെ ഒരു കളിപ്പാട്ടം അപ്പോൾ അവിടെ കൊണ്ട്, ഇത് എന്തിനാണെന്ന് അറിയാമോ ലോറി. അപ്പോൾ ആരും, ഇത് ഗുഡ്സ് ക്യാരി ചെയ്തുകൊണ്ടാണോ ലോറിയല്ലേ. അപ്പോൾ മുത്തു, ഇത് നമ്മളെ പറക്കി വെളിയിൽ കളയല്ല ലോറിയല്ലേ. അപ്പോഴത്തേക്കും ജാക്ലിൻ, വീട് സ്വിച്ചിങ് ആണോ, നമ്മൾ അപ്പുറത്തോട്ട് നിങ്ങൾ ഇപ്പുറത്തോട്ടോ വിചാരിച്ചത്. അതേതാ സ്വിച്ചിങ്, പെണ്ണുങ്ങൾ ഇനി അപ്പുറത്തോട്ടും ആണുങ്ങൾ ഇനി ഇപ്പുറത്തോട്ടും. പെണ്ണുങ്ങൾ അയ്യോ നമ്മൾ ഭരിക്കും ഇനി വീട്, അപ്പുറത്തെ വീട്, ആണുങ്ങളുടെ വീട് നമുക്ക്. പെണ്ണുങ്ങൾ മൊത്തം ചാട്ടം, ആണുങ്ങൾ. വിജയ് സേതുപതി, നിങ്ങൾക്ക് ചാടണ്ടേ. അപ്പോൾ മുത്തു, പെണ്ണുങ്ങൾ ഈ ആഴ്ച എന്തൊക്കെ ക്രിഞ്ച് ടാസ്ക് ആണ് നമുക്ക് തരാൻ പോണേന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ വിജയ് സേതുപതി, ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് പറയും എന്ന് പറയുന്നു. എന്നിട്ട് വിജയ് സേതുപതി ബായ് പറഞ്ഞ് പോവാണ്. ഇനി മാറ്റം വരാൻ പോവുകയാണ്, കോർട്ടിലാണ്, അപ്പുറത്തുള്ളവർ ഇപ്പുറത്തുള്ളവർ അപ്പുറത്തും ആണെന്ന് പറഞ്ഞിട്ട് പോവാണ്. എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ ആണുങ്ങൾ ഓടി വന്ന് ബെഡിൽ നേരെ വന്നിട്ട് ആണുങ്ങൾ എല്ലാവരുടെ പെണ്ണുങ്ങളും എനിക്ക് ഈ ബെഡ്, കാരണം സിംഗിൾ ബെഡാണല്ലോ. പെണ്ണുങ്ങൾ മൊത്തം അപ്പുറത്ത് പോയി. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ നിങ്ങളുടെ സ്പെട്ടിയും പരിവാരമൊക്കെ പറക്കിക്കൊണ്ടുവന്ന് ടീം മാറാം, അപ്പുറത്ത് വീട് മാറാൻ പറയുന്നുണ്ട്. വരുന്നു, വീട് മാറുന്നു, ബെഡ് സെലക്ട് ചെയ്യുന്നു, സംസാരമാണ്, വിഷയങ്ങളാണ്, ഇത്രയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആണുങ്ങളുടെ ടീമിൽ നാളെ ആര് അപ്പുറത്തോട്ട് പോകണം, അപ്പുറത്ത് സ്വിച്ച് ചെയ്ത് ആര് പോകണം. അപ്പോൾ അരുണാണ് പോകാനിരുന്നത്. അപ്പോൾ അരുൺ ഇപ്പോൾ ടീം മാറിയത് കൊണ്ട് കുറച്ച് പോകണോ വേണ്ടേ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പുറത്തെ ടീമിൽ എല്ലാവരും മാറി അവിടെ നിൽക്കുവാണ്. നോക്കാം നമുക്ക് നാളെ എങ്ങനെ നടക്കും. എന്തൊക്കെ ചിലപ്പോൾ റൂൾ ബുക്ക് പുതിയത് വരാൻ ചാൻസ് ഉണ്ട്. 50th ഡേയിൽ ഒരു റീ എൻട്രി ഉണ്ടായിരിക്കണേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു റീ എൻട്രി എങ്കിലും, ഒറ്റ റീ എൻട്രി എങ്കിലും, സുനിതയോ ഫാറ്റ്മാൻ വരൂല എന്ന് പറയുന്നത് സുനിതയോ അർണവോ, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മതി. ഒരു റീ എൻട്രിയും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 2 പേരെ എവിക്റ്റ് ആക്കിക്കോട്ടെ, എവിക്റ്റ് ആക്കും. അടുത്ത ആഴ്ച എന്തായാലും 2 പേരെ എവിക്റ്റ് ആക്കും കേട്ടോ, കാരണം അല്ലെങ്കിൽ കളി മുന്നോട്ട് പോകത്തില്ല. എന്നിട്ട് ഒരാളെ കയറ്റുമായിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, വെയിറ്റിംഗ് ആണ് നാളത്തെ എപ്പിസോഡ് കാണാൻ. ഇപ്പം ഞാൻ ലൈവ് കാണാൻ പോവാണ് തീർന്നിട്ട്, അത്ര എക്സൈറ്റഡ് ആണ്. വീടൊക്കെ മാറി ഇനി മൊത്തം പുത്തൻ റോളുകളും പുത്തൻ രീതികളും ഒക്കെ ആയിട്ട് പുത്തൻ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വിശേഷമായിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.